भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദം. കസ്തൂരീതിലകം ലലാടഫലകേ വക്ഷസ്ഥലേ കൗസ്തുഭം. നാസാഗ്രേ നവമൗക്തികം കരതലേ വേണും കരേ കങ്കണം. സർവാംഗേ ഹരിചന്ദനം ച കലയൻ കണ്ഠേ ച മുക്താവലി. ഗോപസ്ത്രീ പരിവേഷ്ടിതോ വിജയത്തെ ഗോപാലചൂഡാമണി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭാഗവത സൂര്യനായ ഭഗവൽ ചൈതന്യത്തിൻ്റെ അനുഗ്രഹ കിരണങ്ങളെ കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 857 ദിവസത്തിലേക്ക് എത്തുമ്പോൾ പൊന്നുഗുരുവായൂരപ്പൻ്റെ ഏകാദശിയുടെ തലേന്ന് ഇന്ന് വൃശ്ചിക മാസത്തിലെ ദശമി ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ് ഈ അക്ഷരപൂജ. നാളെ പൊന്നുഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ ഗുരുഭവനപുരിയിൽ ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാരുടെ കൂട്ടായ്മയായ പൈതൃകം എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ നാളെ രാവിലെ മുതൽ പ്രഭാതം മുതൽ ഏകദേശം 5 മണിയോടുകൂടി രുക്മിണി റീജൻസിയിൽ പൊന്നുഗുരുവായൂരപ്പന് സപരിവാരം പൂജയും അതിനുശേഷം ആദരണീയ ചടങ്ങുകൾക്ക് ശേഷം ഗുരുവായൂരപ്പൻ്റെ ജനനം മുതൽ സ്വധാമഗമനം വരെയുള്ള ശ്രീകൃഷ്ണ കഥകളെ സംഗീതസാന്ദ്രമായി ആലപിക്കാനും ആ രംഗങ്ങളെ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കാനുള്ളൊരു ഭാഗ്യം കൂടി ഈ ഉള്ളവന് ഗുരുവായൂരപ്പൻ നൽകിയിരിക്കുകയാണ്. ഏകാദശിയുടെ ധന്യതയാർന്ന ഈ ആത്മസമർപ്പണത്തിൻ്റെ സംഗീത പൂജ ഉച്ചയോടുകൂടി 1 മണിയോടുകൂടി
സമർപ്പിക്കുന്ന തരത്തിലാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. അത് വേണ്ടതുപോലെ ആക്കാൻ പൊന്നു ഗുരുവായൂരപ്പൻ്റെ തന്നെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഗുരുവായൂരിലേക്ക് എത്തിച്ചേരുന്ന ആളുകളുണ്ടെങ്കിൽ നാളെ കാലത്ത് 5 മണി മുതൽ 1 മണി വരെ രുക്മിണി റീജൻസിയിൽ നടക്കുന്ന ഈ ശ്രീകൃഷ്ണ പൂജയിലും ശ്രീകൃഷ്ണ സംഗീതാർച്ചനയിലും പ്രഭാഷണത്തിലുമൊക്കെ നിങ്ങളെ കൂടി അവിടേക്ക് സാദരം ക്ഷണിക്കുന്നു. ഇവിടെ 23-ാമത്തെ അധ്യായം ഏകാദശ സ്കന്ധത്തിൽ 49-ാമത്തെ ശ്ലോകം മുതലാണ് ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്നത്. ദ്വിജഗീത എന്ന രീതിയിൽ ഭിക്ഷുഗീത എന്നൊക്കെ അറിയപ്പെടുന്ന വളരെ വിശേഷമായിട്ടുള്ള ഭാഗം. അതിൽ ആ അവന്തിയിലെ ബ്രാഹ്മണൻ പറയുകയാണ്, മനപ്പരം കാരണമാമനന്തി, മനസ്സാണ് എല്ലാ സുഖദുഃഖങ്ങളെയും കൽപ്പിച്ചുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് അതിനെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മുതൽ വിശദീകരിച്ചു തുടങ്ങിയത്. ഇവിടെ 49-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, തം ദുർജയം ശത്രും അസഹ്യവേഗമരുന്തുതം തന്ന വിജിത്യ കേചിൽ കുർവന്ത്യസദ്വിഗ്രഹമത്ര മർത്തീർ മിത്രാണ്യുദാസീന രിപൂൻ വിമൂഢാ. അസഹ്യവേഗം, സഹിക്കാൻ കഴിയാത്ത വേഗത്തോടു കൂടിയ, അരുന്തുതം മർമ്മത്തെ പിളർക്കുന്ന, ദുർജയം ജയിക്കാൻ പ്രയാസമുള്ള, തം ശത്രും ആ ശത്രുവിനെ, ന വിജിത്യ ജയിക്കാതെ കണ്ട്, വിമൂഢാഹ ആലോചനാബുദ്ധിയില്ലാത്ത കേജിൽ ചിലർ, മിത്രാണി ബന്ധുക്കളോടും, ഉദാസീന രിപൂൻ ഉദാസീനന്മാരോടും ശത്രുക്കളോടും, മർത്യൈഹി മനുഷ്യരോടും കൂടി, അസദ്വിഗ്രഹം അസത്തായിട്ടുള്ള യുദ്ധത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ബ്രാഹ്മണൻ പറയുകയാണ്, മനസ്സിനെ ജയിക്കാതെ അതിന് ശ്രമിക്കാതെ അങ്ങനെ ജീവിക്കുന്ന ആളുകളെ ബ്രാഹ്മണൻ കണക്കിന് നിന്ദിക്കുന്നുണ്ട്. കാരണം മർമ്മവേദനയെ ജനിപ്പിക്കുന്ന രാഗാദികളാകുന്ന ആയുധങ്ങൾ കൊണ്ട് എല്ലാവരെയും കീഴടക്കിയിരിക്കുന്ന മഹാശക്തിമാനാണ് മനസ്സ്. ആ മനസ്സിനെ ജയിക്കണമെങ്കിൽ മരതകമണിവർണ്ണനായിരിക്കുന്ന മായാതീതനായിരിക്കുന്ന സാക്ഷാൽ ഭഗവാന്റെ കാരുണ്യമുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ, അല്ലാതെ ഒരിക്കലും സാധിക്കില്ല എന്നാണ്. അങ്ങനെ മനസ്സിലാക്കി അതിന് ശ്രമിക്കാതെ ഇരിക്കുന്ന ആളുകൾ ഈ മനസ്സിന് അധീനന്മാരായി മനുഷ്യരിൽ ചില ആളുകളെ ബന്ധുക്കളായിട്ട് കൽപ്പിക്കുന്നു, മറ്റു ചില ആളുകളെ ശത്രുക്കളായിട്ടും തീരുമാനിക്കുന്നു. മറ്റു ചില ആളുകൾ ഉദാസീനരായി രണ്ടിലും പെടാത്ത ആളുകളായിട്ടും വിചാരിക്കുന്നു. അങ്ങനെ അവരോടുകൂടി തന്നെ നരകത്തിന് കാരണമായിരിക്കുന്ന അസദ്വിഗ്രഹം എന്ന് വെച്ചാൽ അസത്തായിരിക്കുന്ന യുദ്ധത്തെ ചെയ്യുന്നു. അപ്പം ആന്തരശത്രുവായി അതിബലിഷ്ഠനായിരിക്കുന്ന മനസ്സിനെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് ആരെയും ജയിക്കാനില്ല, എല്ലാവരെയും ജയിച്ചു എന്നാണ്. അങ്ങനെയല്ലാതെ ജന്മം മുഴുവൻ മറ്റുള്ളവരോട് യുദ്ധം ചെയ്താലും ശത്രുക്കളില്ലാതെ ആവില്ല. ശത്രുക്കളെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ശത്രുക്കളെ തീരുമാനിക്കുന്ന, മിത്രങ്ങളെ തീരുമാനിക്കുന്ന മനസ്സിനെ എന്ന് നിയന്ത്രിക്കാൻ സാധിക്കണോ അപ്പോഴേ വിജയമുള്ളൂ എന്നാണ്. അപ്പോൾ ശത്രുക്കളെ ഉണ്ടാക്കി തീർക്കുന്ന കള്ളൻ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ്. പുറമേയുള്ള ശത്രുക്കളെ ഒതുക്കിയത് കണ്ട് കാര്യമില്ല. ഉള്ളിലുള്ള കള്ളൻ എത്രയും കാലം ഒതുങ്ങാതിരിക്കണോ അത്രയും കാലം നമുക്ക് ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ മനോജയത്തിന് ശ്രമിക്കാത്തവർ മഹാമൂഢന്മാരാണ് എന്ന് ഉറപ്പിക്കുന്നു. ദേഹം മനോമാത്രമിമം ഗൃഹീത്വാ മമാഹമിത്യന്ധധിയോ മനുഷ്യാഃ ഏഷോഹമന്യോയമിതി ഭ്രമേണ ദുരന്തപാരേ തമസി ഭ്രമന്തി. അന്ധധിയ വിവേകശക്തിയില്ലാത്ത ബുദ്ധിയോടുകൂടിയ മനുഷ്യർ മനോമാത്രം ഇമം ദേഹം മനക്കൽപ്പിതമായ ഈ ശരീരത്തെ അഹം ഇതി മമ ഇതി ഞാനെന്നും എൻ്റേതെന്നും ഗൃഹീത്വ സ്വീകരിച്ചിട്ട്
ഏഷഹ അഹം, ഇത് ഞാൻ, അയം അന്യ ഇതി, ഇവൻ അന്യൻ എന്നും, ഭ്രമേണ ദുരന്തപാരേ, ഭ്രമം കൊണ്ട് അവസാനമില്ലാത്തതായിരിക്കുന്ന തമസി ഭ്രമന്തി, അന്ധകാരത്തിൽ ഭ്രമിക്കുന്നു എന്നാണ്. മനസ്സിൻ്റെ കൽപ്പനയാണിതൊക്കെ എന്നാണ്. ഈ ശരീരത്തെ ഞാനാണെന്നും ശരീരവുമായി ബന്ധപ്പെട്ട പുത്രാദി ശരീരങ്ങളിൽ എൻ്റേതെന്നും ബുദ്ധി ഉറയ്ക്കണം. അങ്ങനെയുള്ള മനുഷ്യൻ ഇത് ഞാൻ, ഇത് അവൻ, ഇവൻ അന്യൻ, ഇവൻ എൻ്റെ ബന്ധു, ഇവൻ എൻ്റെ ശത്രു, ഇവൻ എൻ്റെ മിത്രം, ഇങ്ങനെയുള്ള പലതരത്തിലുള്ളതായിട്ടുള്ള ധാരണ കൊണ്ട് അവസാനമില്ലാത്ത ദുരന്തപാരേ, അവസാനമില്ലാത്തതായ അന്ധകാരത്തിൽ ഭ്രമിച്ചു പോകുന്നു എന്നാണ്. ജനസ്തുഹേതു സുഖദുഃഖയോശ്ചേൽ കിമാത്മനശ്ചാത്ര ഭൗമയോസ്തൽ ജിഹ്വാം ക്വചിൽ സന്ദശതി സ്വദദ്ഭിസ്തദ്വേദനായാം കഥമായ കുപ്യേൽ. സുഖദുഃഖയോഹോ ഹേതു, സുഖത്തിനും ദുഃഖത്തിനും കാരണം ജനഹാതു ചേത്, ജനങ്ങൾ ആണെങ്കിൽ, അത്ര ഇതിൽ ആത്മനഹ കിം, ആത്മാവിന് എന്താണ് അതുകൊണ്ട് ദോഷം ഉണ്ടാവുന്നത്. തത് ഭൗമയോഹോ, അത് ഭൂവികാരങ്ങളായ ദേഹങ്ങൾക്ക് തന്നെയാണല്ലോ. സ്വദദ്ഭി ജിഹ്വാം, തൻ്റെ പല്ലുകൊണ്ട് തൻ്റെ നാവിനെ കൊച്ചിൽ ഒരിക്കൽ സന്ദശതി കടിക്കുന്നു. തദ്വേദനായാം, അതുകൊണ്ടുള്ള വേദനയിൽ കഥമായ കുപ്യൽ, ആർക്കായിക്കൊണ്ട് കോപിക്കും അല്ലെങ്കിൽ ആരോട് കോപിക്കുമെന്നാണ്. സുഖത്തിനും ദുഃഖത്തിനും ഹേതു തുടക്കത്തിൽ പറഞ്ഞു, മനഃപരം കാരണമാമനന്തി എന്ന് പറഞ്ഞു. കാരണം മനസ്സാണ്. ജനം തുടങ്ങിയ 6 പേരല്ല എന്ന് പറയാണ്. കാരണം എന്തുകൊണ്ടാണ്? ശത്രുക്കൾ ദുഃഖത്തിനും മിത്രങ്ങൾ സുഖത്തിനും കാരണമാണെങ്കിൽ ഈ പക്ഷം ആലോചിച്ചു കഴിഞ്ഞാൽ ആത്മാവിന് കർത്തൃത്വവുമില്ല, അതേപോലെ കർമ്മവുമില്ല. കാരണം എന്താ? ആത്മാവിന് ആകൃതിയില്ല, പ്രവൃത്തിയില്ല. ഇപ്പൊ സുഖദുഃഖങ്ങളുടെ കർത്താവ് ആത്മാവല്ല. സുഖദുഃഖങ്ങൾക്ക് ആത്മാവിനെ ബാധിക്കാനും കഴിയില്ല. അപ്പൊ ആത്മാവിന് കർമ്മവുമില്ല. അതുകൊണ്ട് പഞ്ചഭൂതങ്ങളുടെ വികാരത്തിൽ നിന്നുണ്ടാവുന്ന ദേഹം തന്നെയാണ് കർത്താവും കർമ്മവുമായിരിക്കുന്നത്. പക്ഷേ ആത്മാവാണ് സുഖദുഃഖ കർത്താവ് എന്ന് പറഞ്ഞാൽ അപ്പോഴും നിവൃത്തിക്ക് ആത്മാവിനെ തന്നെ ആശ്രയിക്കണം. ഒരാൾ തൻ്റെ പല്ലുകൊണ്ട് തൻ്റെ നാവ് കടിച്ചു, നമ്മൾ ആരോടെ ദേഷ്യപ്പെടുക? മറ്റൊരാളുടെ നേരെ ദേഷ്യപ്പെടാൻ സാധിക്കില്ലല്ലോ. ഇതേപോലെ ഇവിടെ പറയാണ്, ജനസ്തുഹേതു സുഖദുഃഖയോശ്ചേൽ കിമാത്മനശ്ചാത്ര ഭൗമയോസ്തൽ ജിഹ്വാം ക്വചിൽ സന്ദശതി സ്വദദ്ഭിസ്തദ്വേദനായാം കഥമായ കുപ്യൽ. ഇനി ജനങ്ങളല്ല എന്ന് പറഞ്ഞു. ഇനി ദേവതകൾ ആണെങ്കിലോ, ദുഃഖസ്യ ഹേതുർയദി ദേവതാസ്തു കിമാത്മനസ്തത്ര വികാരയോസ്തൽ യദംഗമംഗേന നിഹന്യതേ ക്വചിൽ ക്രുദ്ധ്യേത കസ്മൈ പുരുഷ സ്വദേഹേ. ദുഃഖസ്യ ഹേതു, ദുഃഖത്തിന് കാരണം ദേവതായതി, ദേവതകളാണെങ്കിൽ, തത്ര അതിലും, ആത്മനഃ കിം, ആത്മാവിന് എന്താണ് ഛേദം? തത് വികാരയോഹോ, അത് വികാരങ്ങൾക്കാണ്. യത് യാതൊന്നു കാരണമായിട്ട് അംഗം അംഗേന ക്വചിത് നിഹന്യത, ഒരവയവം മറ്റൊരവയവം കൊണ്ട് ഹനിക്കപ്പെടുന്നുവെങ്കിൽ പുരുഷ, പുരുഷൻ സ്വദേഹേ കസ്മൈ ക്രുദ്ധ്യേത, തൻ്റെ ദേഹത്തിൽ ഏതിനോട് ദേഷ്യപ്പെടാൻ സാധിക്കും? ഇന്ദ്രിയങ്ങളിൽ അധിവസിക്കുന്ന ഇന്ദ്രൻ, അഗ്നി തുടങ്ങിയ ദേവതകൾ സുഖദുഃഖങ്ങൾക്ക് കാരണമാണ് എന്ന് കരുതുന്നുവെങ്കിൽ വികാരികളായിരിക്കുന്ന അവർക്ക് തന്നെ അതുകൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും. കയ്യിൽ ഇന്ദ്രൻ,
മുഖത്ത് അഗ്നി. ഇതിനെയൊക്കെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് തന്നെ ബാധകമല്ലാതെ ആത്മാവിന് എന്ത് ദോഷമാണ് ഉണ്ടാവുക? ഒരവയവം മറ്റൊരവയവത്തെ ഉപദ്രവിച്ചാൽ തൻ്റെ ദേഹത്തിലുള്ള ഏതവയവത്തിന് നേരെയാണ് ഒരാൾക്ക് ദേഷ്യപ്പെടാൻ സാധിക്കുക? ദേവതകളുടെ വാസം എല്ലാ അവയവത്തിനും സമാനമായതുകൊണ്ട് ആരുടെ നേരെയും കോപിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദേവതകളും ദുഃഖത്തിന് കാരണമല്ല, ജനങ്ങൾ ദുഃഖത്തിന് കാരണമല്ല, ദേവതകൾ ദുഃഖത്തിന് കാരണമല്ല എന്ന് പറയുന്നു. ആത്മാ യദി സ്യാൽ സുഖദുഃഖഹേതു കിമന്യതസ്തത്ര നിജസ്വഭാവ ന ഹ്യാത്മനോന്യൽ യദി തന്മൃഷാ സ്യാൽ ക്രുദ്ധ്യേത കസ്മാന്ന സുഖം ന ദുഃഖം. സുഖദുഃഖഹേതു, സുഖത്തിനും ദുഃഖത്തിനും കാരണം ആത്മാ സ്യാൽ, ആത്മാവാണ് എങ്കിൽ തത്ര, ആ നിലയ്ക്ക് അന്യതഃ, അന്യനിൽ നിന്ന് കിം, എന്താണ് ഉണ്ടാവുന്നത്? നിജസ്വഭാവ, ആത്മസ്വഭാവം തന്നെ. അപ്പോൾ ആത്മാവിനെ ഒഴിച്ച് അന്യമായിട്ടൊന്നുമില്ല എന്നാണ് ആത്മാവിൻ്റെ സ്വഭാവം. യദി സ്യാൽ, ഇനി ഉണ്ടെന്ന് തോന്നുന്നുവെങ്കിൽ തത് മൃഷാ സ്യാൽ, അത് അസത്യമാണ്. ന സുഖം, സുഖമില്ല. ന ദുഃഖം, ദുഃഖവുമില്ല. അപ്പൊ കസ്മാത് ക്രുദ്ധ്യേത, എന്ത് കാരണം കൊണ്ട് നമ്മൾ ദേഷ്യപ്പെടണം? ആത്മാവ് തന്നെ ദുഃഖരൂപമായി പരിണമിക്കുന്നു. അതുകൊണ്ട് സുഖദുഃഖ കാരണം ആത്മാവ് തന്നെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, അത് ആത്മാവിൻ്റെ സ്വഭാവമാണല്ലോ. ആ സ്വഭാവനാശത്തിലാണ് ആത്മസ്വരൂപത്തിന് തന്നെ നാശം ഭവിക്കുന്നത്. അപ്പൊ സുഖ ദുഃഖരൂപ സംസാരബാധ തീർക്കാൻ ആരും ശ്രമിക്കില്ല. ആത്മനാശത്തിനായി പരിശ്രമിക്കുന്ന ആളുകൾ വിവേകികളല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് മറ്റൊരാളുടെ നേരെ നമുക്ക് ദേഷ്യപ്പെടാനാവില്ല. എന്നാൽ ആത്മാവ് അങ്ങനെ പരിണമിക്കുന്നത് അന്യസംബന്ധം കൊണ്ടാണ്. അതുകൊണ്ട് കോപത്തിന് കാരണമുണ്ട് എന്ന വാദവും ശരിയല്ല എന്ന് ഈ ബ്രാഹ്മണൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു. കാരണം ആത്മാവിനെ ഒഴിച്ച് അന്യമായിട്ടൊന്നുമില്ല എന്നത് തന്നെ. ഉണ്ടെന്ന് തോന്നുന്നുവെങ്കിൽ അത് മൃഷാവാദം മാത്രമാണ്, തെറ്റായ ചിന്ത മാത്രമാണ്. അപ്പൊ സുഖത്തിനും ദുഃഖത്തിനും കാരണം ഇല്ലാത്തതുകൊണ്ട് സുഖവും ദുഃഖവും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ആർക്കും ആരോടും കോപിക്കാൻ സാധിക്കുകയും ഇല്ല. മനഃപരം കാരണമാമനന്തി, മനസ്സാണ് ഈ ദുഃഖങ്ങൾക്ക് മുഴുവൻ, അല്ലെങ്കിൽ സുഖം എന്ന് കരുതുന്നതിനും കാരണമായിട്ട് നിൽക്കുന്നത് മനസ്സാണ്. പിന്നെ ഗ്രഹാനിമിത്തം സുഖദുഃഖയോശ്ചേൽ കിമാത്മനോജസ്യ ജനസ്യ തേ വൈ ഗ്രഹസ്യൈവ വദന്തി പീഡാം ക്രുദ്ധ്യേത കസ്മൈ പുരുഷസ്തതോന്യ. സുഖദുഃഖയോ ഗ്രഹാഹ, സുഖദുഃഖങ്ങൾക്ക് പിന്നെ നമ്മൾ പറയും ഗ്രഹദോഷം കൊണ്ടാണ്. ഗ്രഹാഹ, ഗ്രഹങ്ങൾ നിമിത്തം ചേത്, അങ്ങനെയാണെങ്കിൽ അജസ്യ ആത്മനഃ കിം, അജനായിരിക്കുന്ന ജനനമില്ലാത്ത ആത്മാവിന് എന്താണ് ദോഷം? ജനസ്യ തേ വൈ, ജനനമുള്ള നിനക്ക് തന്നെ പീഡാം, പീഡയെ പറയുന്നു. തഥാ, അവരിൽ നിന്ന് അന്യഹ, ഇതരനായ പുരുഷൻ കസ്മൈ ക്രുദ്ധ്യേത, ആരുടെ നേരെ കോപിക്കും? ഇപ്പം ജനന സമയങ്ങളിൽ ജന്മാദി 12 ഭാവങ്ങളിൽ അല്ലേ, ഓരോ രാശികളിൽ അല്ലെങ്കിൽ ലഗ്നത്തിൽ നിൽക്കുന്ന സൂര്യാദി ഗ്രഹങ്ങളാണ് സൂര്യൻ, ചന്ദ്രൻ, കുജൻ, ബുധൻ, ഗുരു, ശുക്രൻ, ശനി, അല്ലേ, രാഹു, കേതു, ഗുളികൻ, ഇങ്ങനെയുള്ള പല ഗ്രഹങ്ങളുമുണ്ട്. അപ്പം അതാണ് സുഖദുഃഖങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നതെങ്കിൽ ആത്മാവിന് ഒരു ദോഷവും സംഭവിക്കില്ല. കാരണം ആത്മാവ് അജനാണ്, ജനനമില്ല. ജനിച്ചൊരു ദേഹമാണ്, അത് ജഡമാണ്. അതിന് സുഖദുഃഖങ്ങൾ
ആ ഭേദജ്ഞാനത്തിന് അവകാശമില്ല. ഗ്രഹങ്ങൾ കൊണ്ടാണ്, ഗ്രഹങ്ങൾക്ക് തന്നെയാണ് പീഡ ഉണ്ടാവുന്നത് അല്ലേ? ജ്യോതിശാസ്ത്രജ്ഞന്മാർ പറയുന്നു, പാദദൃഷ്ടിയുണ്ട്, അർദ്ധദൃഷ്ടിയുണ്ട്, വക്രഗതി, മൗഢ്യം, ഇങ്ങനെ ഓരോ ഗ്രഹം കൊണ്ട് മറ്റോരോ ഗ്രഹത്തിന് തന്നെ പീഡയുണ്ടാവുന്നു. എന്നാൽ ആ ഗ്രഹങ്ങളുടെ സഞ്ചാര സമയത്തിൽ ജനിച്ച ദേഹങ്ങളിൽ ആത്മാഭിമാനം കൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗ്രഹങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ മുഴുവൻ തൻ്റെ ബുദ്ധിമുട്ടുകളാണ് എന്ന് മനസ്സ് വിചാരിക്കുന്നു. അപ്പം ഗ്രഹങ്ങൾക്കുള്ള പീഡകളെ മുഴുവൻ തൻ്റെ പീഡകളായിട്ട് അഭിമാനിക്കുന്നു. ഗ്രഹങ്ങളിൽ നിന്നും ദേഹത്തിൽ നിന്നും അന്യമായിരിക്കുന്ന ആത്മാവിന് അല്ലെങ്കിൽ ആ പരമപുരുഷന് ഇതുകൊണ്ട് ഒരു തരത്തിലുള്ള ദോഷത്തിനും കാരണമില്ല, ആരുടെ നേരെയും കോപിക്കാൻ അവകാശവുമില്ല എന്ന് അവിടെ പറയുന്നു. അടുത്തത് കർമാസ്തു ഹേതു സുഖദുഃഖയോശ്ചേൽ കിമാത്മനസ്തദ്ധി ജഡാജഡത്വേ ദേഹസ്ത്വചിൽ പുരുഷോയം സുപർണ ക്രുദ്ധ്യേത കസ്മൈ നഹി കർമ്മമൂലം. സുഖദുഃഖയോ ഹേതു കർമ്മ ചേത്. സുഖദുഃഖങ്ങളുടെ കാരണം കർമ്മമാണ് എങ്കിൽ ആവട്ടെ, ആത്മനഹ കിം, ആത്മാവിന് എന്ത് ദോഷമാണ് സംഭവിക്കുന്നത്? ആ കർമ്മം ജഡാജഡത്വേ സതി, ജഡാജഡമായിരിക്കുമ്പോൾ ഉണ്ടാവുമെന്നും, ദേഹാതു, ദേഹമോ, അചിത് അയം പുരുഷ, ഈ ജഡം, ദേഹം ജഡമാണെന്നും ഈ ആത്മാവ് സുപർണഹ, ജ്ഞാനസ്വരൂപനാണെന്നും കർമ്മമൂലം ഉണ്ടാവില്ല എന്നും നഹി കസ്മൈ ക്രുദ്ധ്യത, ആരുടെ നേരെ കോപിക്കും? സുഖദുഃഖങ്ങളുടെ കാരണം കർമ്മമാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആത്മാവിന് ദോഷമില്ല. കാരണം എന്താ? കർമ്മം തന്നെ ഉണ്ടാവാൻ വഴി കാണുന്നില്ല. പിന്നെ എങ്ങനെയാ കർമ്മത്തിൽ നിന്ന് സുഖദുഃഖം ഉണ്ടാവുക? ഒരു വസ്തു തന്നെ ജഡമായും അജഡമായും ഇരുന്നാൽ മാത്രമേ കർമ്മത്തിന് അവകാശമുള്ളൂ. ജഡമായാൽ വികാരമുണ്ടാവും, അപ്പോൾ പ്രവർത്തിക്കാം. ഹിതം ഇന്നിന്നതെന്ന് നിശ്ചയിക്കാതെ പ്രവർത്തിക്ക് തരില്ല. നിശ്ചയിക്കണമെങ്കിൽ എന്ത് വേണം? ജ്ഞാനം വേണം. അതുകൊണ്ട് ഒരേ വസ്തു ഈ രണ്ടു വിധവും അല്ലാത്തതിനാൽ കർമ്മമില്ല. ദേഹം ശുദ്ധമേ ജഡം, ആത്മാവോ ശുദ്ധ ജ്ഞാന സ്വരൂപൻ. അതുകൊണ്ട് കർമ്മം തന്നെ ഇല്ല എന്നിരിക്കെ പിന്നെ എങ്ങനെയാണ് കർമ്മത്തിൽ നിന്ന് സുഖദുഃഖം ഉണ്ടാവുന്നത്? അതുകൊണ്ട് അവിടെയും ക്രോധത്തിന് വിഷയമില്ല, കാരണമില്ല എന്ന് പറയുന്ന 55-ാമത്തെ ശ്ലോകത്തോടു കൂടി നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും
വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമല മദനി പാപവിനാശിനി സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ.
മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.